1 വർഷത്തോളമായിട്ട് ദൈക്കണ്ട ഭക്തർ അത്രയും കാത്തിരുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇവരൊക്കെ കടന്നു പോകുന്നതെന്ന് തന്നെ പറയാം. ഇപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു ചേട്ടൻ നിന്ന് പൊങ്കാലയിടുകയാണ്. സാധാരണ ഇങ്ങനെ പുരുഷന്മാർ പൊങ്കാലയിട്ട് നമ്മൾ അധികം കാണാറില്ല. എന്താണെന്ന് ചോദിക്കാം. ചേട്ടാ, സാധാരണ സ്ത്രീകളാണല്ലോ പൊങ്കാലയിടാറ് പതിവ്. ഇതിപ്പോ പതിവൊക്കെ തെറ്റിച്ചുകൊണ്ട് ചേട്ടനെ ഇതിനിടയിൽ കാണുകയാണ്. എന്ത് പറ്റി ഇത്തവണ? വീട്ടില് ചെറിയൊരു അസൗകര്യമുണ്ട്. അപ്പോൾ പൊങ്കാല നേർച്ചയാണ്. അപ്പോൾ 1 വർഷം പൊങ്കാലിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തോ വലിയൊരു നഷ്ടം സംഭവിച്ച പോലെയാണ്. അമ്മയെ വന്ന് കാണാനും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്ന് പറഞ്ഞത് വലിയ ഭാഗ്യമാണ്. അത് നഷ്ടമാവുമല്ലോ എന്നുള്ള ഇതിലാണ് ഈ വർഷം ഒന്ന് പൊങ്കാലയിട്ടത്. എല്ലാ കൊല്ലവും കുടുംബത്തിൽ നിന്ന് പൊങ്കാല ഇടുന്നതാണ്. ഇത്തവണ അതിനൊരു മുടക്കം വേണ്ട എന്ന് കരുതി ചേച്ചിക്ക് വരാൻ സാധിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് പൊങ്കാല ഇടുകയാണ്. ഇങ്ങനെ വിശ്വാസത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഈ മണ്ണിലെത്തി പൊങ്കാല ഇടുന്ന ഒരുപാട് പേര് നമുക്ക് കാണാം. നല്ല കുംഭച്ചൂടെന്ന് പറഞ്ഞാൽ അതിന്റെ ഉച്ചസ്ഥായിലാണെന്ന് പറയാം. പക്ഷെ അതൊന്നും ഒരു കാര്യമല്ല. ഈ തിളച്ചു പൊങ്ങുമ്പോൾ മനസ്സിലുണ്ടാക്കുന്ന ഒരു സന്തോഷം, ആ ഒരു നിർവൃതി, അത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനേകായിരം ഭക്തർ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്.